റോയൽ ഒമാൻ പോലീസിന്റെ സഞ്ചരിക്കുന്ന കൂറ്റൻ ആശുപത്രി യൂണിറ്റാണിത്. ഓപ്പറേഷൻ തിയേറ്റർ മുതൽ തീവ്രപരിചരണ വിഭാഗം വരെ ഇതിനകത്തുണ്ട്. 6 ട്രക്കുകളിലായി സജ്ജീകരിച്ച ഈ ആശുപത്രി കൂടുതൽ പേർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രം സംഭവ സ്ഥലത്ത് കുതിച്ചെത്തും. ഒമാനിൽ ഫെറ്റ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴാണ് ഏറ്റവും ഒടുവിൽ മൊബൈൽ ആശുപത്രി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പാഞ്ഞെത്തിയത്. വളരെ അപൂർവമായി മാത്രം റോഡിലിറങ്ങുന്ന മൊബൈൽ ആശുപത്രി സാധാരണക്കാർക്കും നേരിൽ കാണാൻ ഒമാൻ റോഡ് സുരക്ഷാ പ്രദർശനത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. This mobile hospital was launched on 2008 and it is used on fit cyclones in Sur. മസ്കത്ത് അന്താരാഷ്ട്ര എക്സിബിഷൻ സെന്ററിൽ വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ അലി ബിൻ മസൂദ് അൽ സുനൈദി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് സുരക്ഷയ്ക്കും ബോധവൽക്കരണത്തിനുമായി വിവിധ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളാണ് പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നത്. റോഡപകടങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ക്രാഷ് കുഷനുകൾ മുതൽ അത്യാധുനിക റഡാർ ക്യാമറകൾ വരെയുള്ള സംവിധാനങ്ങൾ കമ്പനികൾ പരിചയപ്പെടുത്തുന്നു. 25 സർക്കാർ സ്ഥാപനങ്ങളും 50 സ്വകാര്യ സ്ഥാപനങ്ങളും 3 ദിവസത്തെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബോധവൽക്കരണ യജ്ഞവുമായി 10 സന്നദ്ധ സംഘടനകളും സജീവമാണ്. റോഡ് സുരക്ഷാ രംഗത്ത് റോയൽ ഒമാൻ പോലീസ് ഉപയോഗിക്കുന്ന വിവിധ വാഹനങ്ങളുടെ പ്രദർശനമാണ് ഏറ്റവും ശ്രദ്ധേയം. പോലീസിന്റെ ഹെലികോപ്റ്ററുകൾ മുതൽ ബൈക്കുകൾ വരെയുള്ള സംവിധാനങ്ങൾ ഇവിടെ അടുത്തറിയാം. ഒമാനിലെ റോഡ് സുരക്ഷയുടെ ഭാവിയും പോലീസിന്റെ ജാഗ്രതയും വെളിപ്പെടുത്തുന്നതായിരുന്നു പ്രദർശനം. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.